ഞാൻ ഇന്ന് അടുക്കളയിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് കാണിക്കാനാണ്. അത് വെച്ചാൽ കൂറ, പല്ലി, പാറ്റ, അങ്ങനെ കൊതുവൊക്കെ പോകുന്ന ഒരു സാധനം. അപ്പം അത് വെച്ചാൽ രണ്ട് തരത്തിലുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇത് പട്ടയാണ്. പട്ട ഇങ്ങനെ നല്ലോണം പൊടിച്ചെടുക്കുക. പിന്നെ ഒരു 4 അല്ലി പിന്നെ വെളുത്തുള്ളി. ഇതെന്താ വെച്ചാൽ ചെറുതായതുകൊണ്ടാണ് 4 എടുത്ത്, വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. അപ്പം ഈ പൊടിച്ച പട്ട ഒരു സ്പൂൺ നല്ലോണം ഇതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് കാക്കകളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വിളക്ക് എടുത്തിട്ടുള്ളത്. ഒരു തിരി ഇട്ടിട്ട് എന്നിട്ട് അത് കത്തിച്ച് വെക്കുക. തിരി എണ്ണേൻ്റെ അകത്ത് നല്ലോണം മുക്കിയിട്ട് ഇത് കത്തിക്കുക. ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റ അതൊന്നും. ഇത് കത്തിച്ചിട്ട് ഞാൻ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കട്ടെ. അപ്പം കിടക്കാനാകുമ്പോഴത്തേക്ക് കൊതുകുകളെല്ലാം പോയിക്കോളും. ഇനി അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ കുറച്ച് പെരിഞ്ചീരകം എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ജാസ്തി എടുത്തിട്ട് അധികം എടുത്തിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ ചൂടാക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ജാസ്തി എടുത്തിട്ട് ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ച് വെച്ചാൽ മതി. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ചെയ്യാമല്ലോ. ഇങ്ങനെ കറുപ്പ് നിറാവണം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കും. ഈ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഈ പൊടിച്ച പെരിഞ്ചീരകം ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇത് നല്ലോണം തിളയ്ക്കണം. ഇത് 7 കർപ്പൂരം ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം പൊടിക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളച്ചോട്ടെ. പക്ഷെ ഈ പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ കർപ്പൂരം ഇടേണ്ടത്. ഇത് ഉപയോഗിക്കുന്ന ചായപാത്രമാണ്. അപ്പം എന്തൊക്കെ തുടയ്ക്കുന്ന ബക്കറ്റിലേക്ക് ഇടുമല്ലോ. അപ്പം ആ സമയത്ത് ഇത് ചൂടിൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കർപ്പൂരം പൊടിച്ചിട്ട് അതിലിടുക. എന്നിട്ട് കിടക്കാൻ നേരത്തെ ഈ സ്ലാബ് തുടങ്ങുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പോകുന്ന സമയത്ത് കിടക്കാൻ നേരത്ത് നനഞ്ഞിട്ട് ഇതിൽ മുക്കിയിട്ട് സ്ലാബൊക്കെ നല്ലോണം ജനവാതിലൊക്കെ നല്ലോണം തുടച്ചാൽ മതി. കൈയോട് പൊടിച്ചാൽ മതി. അല്ലാണ്ട് വേറെ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റൂലല്ലോ. കൈയോട് കഴിയുന്നത് എത്ര മാക്സിമം നല്ലോണം പൊടിക്കുക അത്രയും നല്ലോണം പൊടിച്ചെടുക്കുക. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കിയിട്ട് അരിച്ചിട്ടാണ് ഇവിടെ തുടയ്ക്കുന്ന ബക്കറ്റിലേക്ക് ഒഴിക്കുക. ഞാനിത് അരിച്ചിട്ട് തുടയ്ക്കുന്ന ബക്കറ്റിൽ ഒഴിച്ചേക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഈ പൊടിച്ച കർപ്പൂരം ഇടുക. ഈ രാത്രി അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിഞ്ഞ് ഇനി എന്തൊക്കെ ഏറ്റവും പഴയ തുണി, സ്ലാബിൽ ദിവസം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി അല്ലാണ്ട് വേറെ തുണി ഇതിനായിട്ട് വെക്കുക. എന്നിട്ട് നല്ലോണം മുക്കിയിട്ട് സ്ലാബ് നല്ലോണം തുടയ്ക്കുക. നല്ല വെള്ളത്തോട് കൂടിയിട്ട് തുടച്ച് വയ്ക്കുക. ഇത് മുഴുവൻ ഇങ്ങനെ തുടച്ചെടുക്കുക. ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങൾക്കിത് നല്ലൊരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നലെ പിന്നെ ഇങ്ങനെ ബാക്കി തുടച്ചിട്ട് രാവിലെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാവിലെ ഒരുപാട് പല്ലിക്കാട്ടം ഉണ്ടാവും ജനവാതിൽമേൽ. പല്ലിക്കാട്ടം ഒന്നുമില്ല. എന്നുവെച്ചാൽ ഒരൊറ്റ കൂറിയോ അല്ലെങ്കിൽ ഒരു സാധനം ഈ സ്ലാബിൽ ഉണ്ടായിട്ടില്ല.